ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കേരളത്തിൽ CPIM-ന് പലയിടത്തും ഐക്യം നഷ്ടമായി എന്ന കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. ചില നേതാക്കളുടെ പെരുമാറ്റം അത് പാർട്ടി ഒന്നാകെ ബാധിച്ചു എന്നുള്ളതാണ് പരാമർശം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ പരോക്ഷ വിമർശനമുണ്ടായി. തിരുത്തൽ അനിവാര്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ആദിൽ പാലോട് ചേരുന്നു. അതിൽ എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്? പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ നേതാക്കൾ വരെ വ്യത്യസ്ത നിലപാടുകൾ പറയുന്നു. അത് പിണറായിയെയും MV ഗോവിന്ദനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ് പാർട്ടിക്കകത്ത് നിന്ന് പുറത്തുവരുന്നത്? അതിൽ ദില്ലിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. ഇന്ന് തുടർ ചർച്ചകൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി മാത്രമാണ് പ്രധാനമായും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം യോഗം തുടങ്ങിയത്. 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിമർശനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ 8 നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്മേൽ സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ നേതാക്കളെ പലരും നല്ല വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട് എന്ന് വിവരങ്ങൾ ലഭ്യമാവുകയാണ്. ചില നേതാക്കളുടെ പെരുമാറ്റം പാർട്ടിയെ ഒന്നാകെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. പിണറായിക്കും ഗോവിന്ദനും ഇത് പരോക്ഷ വിമർശനമായി തന്നെ വരികയും ചെയ്യുന്നുണ്ട്. തിരുത്തൽ അനിവാര്യമാണെന്ന് യോഗത്തിൽ നേതാക്കൾ പറയുന്നുണ്ട്. പാർട്ടി ഐക്യം പലയിടത്തും നഷ്ടമായി എന്ന് നേതാക്കളുടെ വിമർശനമുണ്ട്. നേതൃത്വത്തിന് പാർട്ടിയെ ഐക്യത്തോടെ കൊണ്ടുപോകുന്നതിൽ, നേതാക്കളെ ചേർത്ത് പിടിക്കുന്നതിൽ ചിലയിടങ്ങളിലൊക്കെ ജാഗ്രത കുറവുണ്ടായി എന്ന വിമർശനം കൂടിയുണ്ട്. കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾ ഇന്നും തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം, ഈ നേരത്തെ കൊണ്ടുവന്നിരുന്ന PBയിൽ കേരള ഘടകം അവതരിപ്പിച്ച റിപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ അടിത്തട്ടിൽ നിന്നുള്ള, ഈ സാധാരണഗതിയിൽ നമ്മൾ തന്നെ വാർത്തയാക്കിയിരുന്നതാണ്, ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ നേതൃത്വത്തിനെതിരെ MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ സഖാക്കൾ ഉന്നയിച്ചിരുന്നു, നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും റിപ്പോർട്ടിന്റെ ഭാഗമായിരുന്നില്ല. ഒരാളുടെ മേലും കുറ്റം വഴിചാരാതെയാണ് റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് ഈ രൂപത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു PBയിൽ ഉയർന്നു വന്ന ഒരു വികാരം. അത് സംബന്ധിച്ചുള്ള, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി വിമർശനത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. വസ്തുതകൾ മയപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാകില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. നേതാക്കളിൽ പാർലമെന്ററി വ്യാമോഹം കടന്നുകൂടി, ഇത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിച്ചു എന്ന വിമർശനം കൂടിയുണ്ട്. ഏതായാലും വിമർശിക്കാൻ വേണ്ടി തന്നെയാണ്, വിമർശനങ്ങളും സ്വയം വിമർശനത്തിനും വേണ്ടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി 3 ദിവസം സാധാരണയിൽ നിന്ന് വിപരീതമായി, സാധാരണഗതിയിൽ 4 മാസം കൂടുമ്പോഴാണ് കേന്ദ്ര കമ്മിറ്റി കൂടുന്നത്. ഇതിപ്പോൾ വളരെ വേഗത്തിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ഒരു കേന്ദ്ര കമ്മിറ്റി നടന്നു. പാർട്ടി തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനായി പ്രത്യേകമായി ഇപ്പോൾ ചേർന്നിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കുന്നു. രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതും പ്രധാനമാവുകയാണ്. റോഷ്നി.